ഹലോ, നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസ് ഇവിടെ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളപ്പിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറുനാരക നീരും ഓയിലും ഒഴിക്കണം കേട്ടോ. അത് പൊട്ടാതെ വെക്കാനും പിന്നെ തമ്മിൽ ഒട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ പാത്രം എടുത്ത് ഇവിടെ ചെറിയൊരു പരിപാടിയാണ്, ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഇത്ര വലിയ പാത്രം. ഇത് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വലിയുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി കേട്ടോ, കാരണം നമ്മൾ ചോറ് തിളപ്പിക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് സോയാ സോസൊക്കെ ഒഴിക്കുമ്പോൾ അപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇടുന്നതിലും നമ്മൾ ഉപ്പിടും. ഇനി ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് ബീൻസ്, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ക്യാബേജ്. പിന്നെ നിങ്ങൾക്ക് ഉള്ളിത്തണ്ട് വേണമെങ്കിൽ ഇട്ടാട്ടോ. ഇവിടെ ഉള്ളിത്തണ്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഉള്ളിത്തണ്ട് ഇടാൻ. ഉള്ളിത്തണ്ട് ഇട്ടാൽ പ്രത്യേക ടേസ്റ്റാട്ടോ. ഇനി ഇതാ ജസ്റ്റ് ഒന്ന് വാടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലവണ്ണം വാടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് പോയി കിട്ടിയാൽ മതി. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി നിങ്ങളെ എരിവിന് അനുസരിച്ചാണ്. ഇനി അതിലേക്ക് പൊരിച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ചിക്കൻ സോയാ സോസും ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ട് കായം കൂട്ടിയ ചിക്കനാട്ടോ. അപ്പോൾ അതിന് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ടോ, അത് കുറച്ചെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ബാക്കി എടുക്കുക, നമ്മൾ നേരത്തെ ഊറ്റി വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് എടുത്ത് വെച്ചില്ല മസാല, അത് ഈ റൈസിന് മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടോ, ഞങ്ങളെടുത്ത പാത്രം ഇത് വലിപ്പമില്ലാതായിപ്പോയി, റൈസ് ഫുൾ അതിൽ കൊള്ളുന്നില്ല. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മാറ്റി പിന്നെ റൈസ്. ഇനി ഇത് ഈ ഫ്രൈഡ് റൈസിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ആ കൂട്ട് എല്ലോട്ടും എത്തുന്നത് പോലെ. അപ്പോൾ മരത്തിൻ്റെ കയ്യിലിൻ്റെ അതാണ് ഏറ്റവും നല്ലത്, ഇത് ഉടഞ്ഞു പോകില്ല. അല്ലെങ്കിൽ ചെമ്പട്ടിയെ മറിക്കാൻ കഴിയുമെങ്കിലും അതാണ് ഏറ്റവും നല്ലത്. ഇനി അത് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിന് മേലെ കുറച്ച് ചപ്പ് ഒന്ന് വിതറി കൊടുക്കട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. ഇത് അതിൽ കഴിക്കുമ്പോൾ അതിലേക്ക് നല്ല കൊണ്ടാട്ടോ വേണ്ടത്, ഒന്നെങ്കിൽ ചിക്കൻ കൊണ്ടാട്ടോ അല്ലെങ്കിൽ ബീഫ് കൊണ്ടാട്ടോ ആട്ടോ. എനിക്കിതിലേക്ക് ഏറ്റവും ഫേവറേറ്റ് ബീഫ് കൊണ്ടാട്ടാണ്. ഞങ്ങളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടാണ് കേട്ടോ.